കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് പഴയങ്ങാടി മാട്ടൂലിൽ ദാറുൽ ഹയർ എന്ന വീട്ടിലാണ്. അതൊരു പുഴയുടെ ഒരു കായലിൻ്റെ തീരത്താണ്, വളപട്ടണം പുഴയുടെ തീരത്താണ്. ഞങ്ങൾ തേടിയെത്തിയിരിക്കുന്നത് അബ്ബാസ് ഹാജി എന്ന ഒരു പ്രവാസിയെ തേടിയാണ്. അബ്ബാസ് ഹാജി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് വരിക, നമ്മൾ ഈ ദുബായിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം ഓടിയെത്തുക ബുർജ് ഖലീഫയാണ്, പിന്നെ ദുബായ് മാള്, പിന്നെ ദുബായ് ഫ്രെയിം, പിന്നെ മിറാക്കിൾ ഗാർഡൻ, അല്ലെങ്കിൽ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം. അങ്ങനെ ദുബായിയെക്കുറിച്ച് ഇന്നത്തെ ദുബായിയെക്കുറിച്ച് നമുക്കറിയാലോ, അതൊരു ആഡംബര നഗരമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഓടിയെത്തുന്ന മണ്ണ്. ഇതൊന്നുമില്ലാത്തൊരു ദുബായ് ഉണ്ടായിരുന്നു അരനൂറ്റാണ്ട് മുമ്പ്. 50 വർഷം മുമ്പ് ദുബായിലേക്ക് ചേക്കേറിയ അബ്ബാസ് ഹാജി ഒരു ലുങ്കി ഉടുത്ത് 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് മുംബൈയിലെത്തുക, അവിടുന്ന് കപ്പൽ മാർഗം ദുബായിലെത്തുക. അന്നത്തെ ദുബായിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു. അരനൂറ്റാണ്ട് മുമ്പുള്ള ദുബായ് വെറും മണലാരണ്യം മാത്രമുള്ള ആ മണ്ണിലേക്ക്, പ്രവാസ ലോകത്തേക്ക് ജീവിതം ആരംഭിച്ച അബ്ബാസ് ഹാജി എന്ന പ്രവാസിയിലൂടെയാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു 3 വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ 4 ദിവസം കൊണ്ട് 48 കോടി രൂപ സ്വരൂപിച്ച ഒരു ജനകീയ കൂട്ടായ്മയുടെ തലപ്പത്തും ആ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് അബ്ബാസ് ഹാജിയിലൂടെ സഞ്ചരിക്കാം. ദുബായിയുടെ ആ പഴയകാല ചരിത്രത്തിലൂടെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം അബ്ബാസ് ഹാജിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. താങ്കളെക്കുറിച്ച് ഒത്തിരി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഒന്ന് കാണാം, ഒന്ന് താങ്കളോടൊപ്പം സഞ്ചരിക്കാം എന്നാണ് ഞങ്ങൾ കരുതിയത്, ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ തന്നെയാണോ ജനിച്ചത് അബ്ബാസ് ഹാജി? ഞാൻ എൻ്റെ ജനനം, എൻ്റെ സ്വന്തം നാട് മുട്ടം എന്ന ഗ്രാമമാണ്. മാടായി പഞ്ചായത്തിൽപ്പെട്ട മുട്ടം, അതായത് ഏഴുമലിൻ്റെ താഴ്വരയിലുള്ള മുട്ടം എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. മാതാപിതാക്കൾ സാറ TP, KV കുഞ്ഞുമൈദീൻ കുട്ടിയാജി എന്നവരുടെ മകനായിട്ട്. ഉപ്പാക്ക് പിന്നെ കൃഷി, അതുപോലെ തന്നെ കടൽ, പിന്നെ മത്സ്യമേഖല, ഇങ്ങനെ കണ്ടുള്ള ജോലികളായിരുന്നു ആദ്യകാലം. നമ്മൾ 5 മക്കളായിരുന്നു. 4 ആണും 1 പെണ്ണുമാണ്. ഒരു പെണ്ണു. ഞാൻ ലാസ്റ്റത്തെ ഏറ്റവും ഇളയതാണ്. മൂത്ത അംസ ഹാജി, പിന്നെ മജീദ് ഹാജി, ഇബ്രാഹിം ഹാജി, 3 ആൺമക്കളും, നഫീസ എന്ന ഒരു സഹോദരി. അവരെല്ലാവരും ഗൾഫിലാണ്. എനിക്ക് മുമ്പേ പോയവരാണ്. എന്നെക്കാളും മുമ്പേ പോയി. അതിൽ ഇന്ന് ഒരാളും കൂടി അവിടെ സാധാരണ നിലയിൽ പോകുന്നുണ്ട്. ഇബ്രാഹിം ഹാജി എന്ന വ്യക്തി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അംസ ഹാജി ഇപ്പം വീട്ടിൽ സ്വസ്ഥമായി പിന്നെ പഠനം ഞാൻ പൂർത്തിയാക്കിയത് വെങ്ങര മാപ്പിള UP സ്കൂൾ മുട്ടം, അതിനുശേഷം മാടായി ഹൈസ്കൂൾ. സ്കൂൾ കാലഘട്ടം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂള് രാഷ്ട്രീയപരമായി MSF ഹരിത രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിച്ചത്. അന്ന് പിന്നെ നമ്മുടെ MSFൻ്റെ ഇതിൻ്റെ എന്നെല്ലാം പറഞ്ഞാലും മജീദ് സാഹിബ്, പിന്നെ ബാവ സാഹിബ് എല്ലാം ഉള്ള കാലഘട്ടം, KPA മജീദ്, ബാവ സാഹിബ്, പിന്നെ MM ഹസൻ, ഇവരെല്ലാം KSUവിൻ്റെ എല്ലാം കാലഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയത്തിൽ സജീവമാണ്. കുറച്ച് രൂക്ഷമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സംഘർഷത്തിൽ കൊടുത്തിട്ടുള്ള അടി കിട്ടിയിട്ടുണ്ട്. അടി കിട്ടി അത് അടി കിട്ടിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കാരണം മാടായി ഹൈസ്കൂളിന്റെ തൊട്ടടുത്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അവിടെ അഭയത്തിന് വേണ്ടി അവിടത്തേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പം അടി കിട്ടിയാലും വീട്ടിൽ അടിയിടലും പരിക്കുണ്ടായാലും വീട്ടിൽ പറയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറയാറ് പിന്നെ അത് അവിടെ വീണിട്ട് പൊട്ടീന്, ഇവിടെ വീണിട്ട് പൊട്ടീന്. കാരണം വീട്ടിൽ പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്, കുഴപ്പമാണ്. അതുകൊണ്ടൊന്നും പറയില്ല അവിടെ. അങ്ങനെ ഒരു രാഷ്ട്രീയം അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം അത് ശരിയായ തലയിൽ കയറിയ ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ഇവർ ഗൾഫിലേക്ക് പഠിപ്പിച്ച കുഴപ്പമാവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ അമ്മാവനായ അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ സഫേർ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന അഹമ്മദ് ഹാജി എൻ്റെ മൂത്ത കണ്ണൂർ നെയ്തുവിന്റെ ഉപ്പ. മമ്മൂട്ടി, മോഹൻലാൽ സ്ഥിരമായി താമസിക്കുന്ന വലിയ ഹോട്ടൽ, ലിഫ്റ്റും കാര്യങ്ങളിലുള്ള എല്ലാ പ്രൗഢിയോടുകൂടിയുള്ള റാമ്പലുള്ള ഫസ്റ്റ് ഫ്ലോറിൽ കാർ പാർക്കിംഗ് അന്നത്തെ ഏറ്റവും അത് കാണാൻ തന്നെ ഒരുപാട് പേര് വരാറുണ്ട്. ആ ഒരു കാലഘട്ടം, അതിന് മുമ്പാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്.
അപ്പോൾ അതിനുശേഷമാണ് സഫയർ വരുന്നത്. അപ്പം അന്ന് അവർ എങ്ങനെയാ നിങ്ങൾ ഗൾഫിലേക്ക് ഈ 16 വയസ്സ് 15 വയസ്സല്ലേ ഉള്ളൂ? അതാണ് അതിന്റെ ഒരു കാരണം. ഇതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ മോശമായ രീതിയിലേക്ക് വഴിതെറ്റി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി. എനിക്ക് അന്ന് വാസ്തവത്തിൽ എനിക്കത് പഠിക്കാനുള്ള ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അത് പിന്നീട് എനിക്ക് തോന്നി അത് ഞാൻ അന്ന് കുറച്ച് നല്ല നിലയിലാണ്. കാരണം നമ്മളെ ഫാദർ ഈ രണ്ട് പറയുന്ന TP അഹമ്മദ് ഹാജിയും TP മഹമ്മൂദ് ഹാജിയും എൻ്റെ ജ്യേഷ്ഠന്മാരും ഗൾഫിലുള്ള സമയമാണ്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് അന്ന് സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസത്തിന് മുടക്കം വരാത്ത ഒരു കാലഘട്ടം. എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ അന്ന് എല്ലാവരും അങ്ങനെ ഒരു സ്വഭാവമാണ്. അതായത് ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ദുബൈയിലേക്ക് അയക്കുക എന്നുള്ളൊരു സംവിധാനം 1976-70 കാലഘട്ടത്തിൽ അങ്ങനെ തുടങ്ങി. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. 70 അത്ര പഠിച്ചാൽ മതി, 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി, പിന്നെ ദുബൈയിലേക്ക് പോവുക, അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. 70-76 പറയുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് പിന്നെ അന്ന് അവർ ഞാൻ അറിയാതെ എന്നെ നിർബന്ധിച്ചിട്ടാണ് എന്നെ പാസ്പോർട്ട് എടുപ്പിച്ചത്. നിർബന്ധിച്ചിട്ട് പാസ്പോർട്ട് എടുത്ത് ഞാനൊരു സുപ്രഭാതത്തിൽ നല്ല ഫുട്ബോളെല്ലാം കളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്, എൻ്റെ വീസ വന്നിട്ടുണ്ട്, നീ അടുത്ത ആഴ്ച തന്നെ എനിക്ക് ദുബൈയിലേക്ക് പോകണം. ഞാൻ ആകെ സ്തംഭനം. കാരണം അന്ന് വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയമാണ്. നല്ല ഹിപ്പി മുടിയെല്ലായി സുന്ദരനായി അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ആ സമയത്താണ് ദുബൈയിലേക്ക് പോകണമെന്നുള്ള പെട്ടെന്ന് ഉള്ള ഒരു സ്കൂൾ കാലഘട്ടത്തിൽ വേറെ ആക്ടിവിറ്റീസ് രാഷ്ട്രീയത്തിന് പുറമെ രാഷ്ട്രീയത്തിന് അന്ന് ആ കാലഘട്ടത്തിലെ ഈ MSF-ൽ കൂടി പ്രവർത്തിച്ചുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ പുസ്തകം പെൻസിൽ പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തനം ആ കാലഘട്ടത്തെ ഉണ്ട്. അത് നമ്മൾ ഇതിൽ ബ്ലഡിൽ വന്നതാണ്. ഈ ദുബായിലേക്ക് പോകാൻ വേണ്ടിട്ട് ബോംബെയിലേക്ക് പോകുന്ന രംഗം ഒരു വല്ലാത്ത എൻ്റെ കൂടെ അതേ ഇക്ബാൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. അമ്മാവൻ്റെ ഇക്ബാൽ റെസ്റ്റോറൻറ്റ് അറിയാം. 65-ൽ തുടങ്ങിയ ഹോട്ടലാണ്. 1965 ദുബൈയിൽ ഇപ്പോഴും ഉണ്ട്. ഹോട്ടലല്ല, ദേരയിൽ ഗോൾഡ് സൂക്കിൽ. അവിടത്തേക്ക് ഒരു കുക്കും എൻ്റെ കൂടെ ഉണ്ട്. നീലേഷ് എടുത്തുള്ള ഒരാളും കൂടി എൻ്റെ കൂടെ അന്ന് വരുന്നുണ്ട്. അമ്മ നമ്മൾ 2 പേരാണ് പോകുന്നത് ബോംബെയിൽ. യാത്ര ഇവിടെ ട്രെയിൻ, കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറുന്നു. പിന്നെ 3 ദിവസം കഴിഞ്ഞ് പിന്നെ ബോംബെയിലെത്തുന്നു. ബോംബെയിൽ നിന്ന് നമ്മൾ അവിടുന്ന് ഇത്ര ലോങ് യാത്ര അല്ലല്ല, ട്രെയിനിൽ ഒരുപാട് തവണ യാത്ര ചെയ്തു. പക്ഷേ ഒന്നും അറിയില്ല. ദാവൂദ് ഇബ്രാഹിമിന്റെ ബോംബെ അവിടെ കയറി മുഹമ്മദ് അലി റോഡിൽ സത്താർ BC എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമുക്ക് അഡ്രസ്സ് തന്നത്. ഈ ട്രെയിനിലെ യാത്ര അനുഭവം എങ്ങനെയുണ്ട്? യാത്ര അനുഭവം ലുങ്കി എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ യാത്ര ഒരു നല്ല സുഖമാണ്, പ്രശ്നമൊന്നുമില്ല. പുറത്തുള്ള കാഴ്ചകളും മറ്റു കാര്യങ്ങളും കണ്ട് കൗതുകമുണ്ട്. അത് പിന്നെ നമ്മൾ 2 പേരാണെങ്കിൽ നമ്മളെ കൂടെ നമ്മളെ നാട്ടുകാരായ കുറച്ച് പേരും കൂടി ഉണ്ട്. 4-5 പേര് നമ്മൾ ആ ടീമിലുണ്ട് ബോംബെയിലേക്ക്. അതുകൊണ്ട് എന്നാൽ ഒരു പ്രയാസം വന്നിട്ടില്ല. എല്ലാവരും ഒരേ ഇതിൽ ഇരുന്നു കടന്നു, നല്ല ജോലിയായി നല്ല ഇതിൽ കടന്നു. ബോംബെയിലെത്തി. ബോംബെയിൽ 1.5 മാസത്തോളം 15 16 വയസ്സുള്ള നിങ്ങൾ മുംബൈ പോലുള്ളൊരു മഹാനഗരത്തിൽ DT സ്റ്റേഷനിൽ പോയി അവിടെ ഇറങ്ങുമ്പോൾ ഒരു ഫീൽ, ഭയപ്പാടോടു കൂടിയാണ് ഇറങ്ങിയത്. കാരണം സമുദ്രത്തിൽ ഭയങ്കര ജനസമ്മർദ്ദം ആദ്യമായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ട്. കാരണം ഇതിങ്ങനെ റൂമിൽ എത്തുന്നത് വരെ. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ പരിചയസമ്പന്നരായിരുന്നു. ആദ്യം പോയവരെ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ടാക്സി പിടിച്ചു, നമ്മളെ കയറ്റി മുഹമ്മദ് അലി റോട്ടിലേക്ക് കൊണ്ടുപോയി ഇറക്കി. അപ്പം അവിടെയാണ് ഏജൻറ്റ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളാണ് ഏജൻറ്റ്. നമ്മുടെ അമ്മാവ അത് ആദ്യം തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ 5-10 ആൾ കിടക്കുന്ന ഒരു റൂമിൽ അന്ന് തുടങ്ങി ഈ സംഭവം എങ്ങനെയാണെന്നുള്ളത്. പഴയകാല കെട്ടിടത്തിൽ ഗോവടി കയറി പോയിട്ട് പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴാൻ പോയ കെട്ടിടത്തിന്റെ ഒരു ആള് 10-12 ആള് അവിടുന്ന് തുടങ്ങി. ഇങ്ങനെയാണ് ഇനി വരുന്ന ജീവിതം എന്നുള്ളത് അവിടുന്ന് തുടങ്ങി. അത് മാത്രല്ല, അവിടെ കിടക്കുന്ന രാത്രിയാവുന്ന ഭയങ്കര മൂട്ടിന്റെ കടി, ഒരു വിധേന രക്ഷയില്ല. എന്നിട്ട് പത്രം ആരോ പറഞ്ഞു പേപ്പർ അടിയിൽ പിരിച്ചാൽ മൂട്ടിന്റെ കടി കുറയുമെന്ന് പറഞ്ഞിട്ട് പേപ്പർ അടിയിൽ പിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ കടന്നത്. അങ്ങനെ 1.5 മാസത്തോളം അവിടെ കടന്നു. പക്ഷേ അതിന് ഒരു സുഖം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഒരു പ്രായമുള്ള ആൾ ദുബൈയിൽ പിന്നെ ബോംബെയിൽ കുറേ കാലം പിന്നെ ജോലി ചെയ്തും മറ്റുള്ള ഒരാളെ നമുക്കവിടെ കിട്ടി. ഒരു പ്രായമുള്ള ഒരാൾ. അദ്ദേഹം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ദിവസം ബോംബെൻ്റെ വിവിധ മേഖലകൾ കാണാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകായിരുന്നു. നമ്മൾ 2-3 ആളുണ്ടായിരുന്നു.
ടാക്സിയിലായാലും നടന്നിട്ടായാലും അങ്ങനെ പഴയ കൊണ്ടുപോക്കെന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്ററിലും കൊണ്ടുപോയി. പക്ഷെ അയാൾ പഴയ സിനിമ കാണാനാണ് കൊണ്ടുപോയത്. പുതിയ സിനിമ അയാൾ പഴയ ആൾക്കാരാണല്ലോ. ബോംബെയിലെത്തി ഈ ലുങ്കി ഉടുത്ത ആളങ്ങനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, പഴയ കാലം ബോംബെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ പഴയ ഒരു കോമഡിയെല്ലാം കയറി പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലായിരിക്കും ഈ മലയാളികളായ പ്രവാസ ലോകം സ്വപ്നം കൊണ്ട ആണും പെണ്ണും ഇല്ല ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം അടുത്ത ഒരു ഏജന്റിന്റെ മെരുവനുണ്ട്, അതെനിക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ് അത് ഞാൻ ലുങ്കിയാവുന്നുള്ളൂ, നിങ്ങൾ പറഞ്ഞു ലുങ്കി കൊടുത്താൽ പറഞ്ഞു ബോംബെയിൽ ലുങ്കി കൊടുത്താൽ അത് ശരിയാവില്ല, ഞാനൊരു പാൻറ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വെളുത്ത കളർ ഒരു ഗ്രീൻ കളർ ഒരു മിക്സുള്ള ഒരു പാൻറ് എനിക്ക് തന്നിട്ട് ഏകദേശം എനിക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇല്ലില്ല, വളരെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അത് കിട്ടിയപ്പോ ഒരു ആത്മധൈര്യം വന്നെനിക്ക്. പാൻറിലാണല്ലോ ഉള്ളത്, ഒരു പ്രൗഢി വന്നു. അപ്പൊ അവിടെ 1.5 മാസം എന്തൊക്കെ പണിയെടുക്കുക അന്നേരം? അവിടെ ഒരു പണിയില്ല. അത് ബോംബെ കാണുക, അതൊരു അനുഗ്രഹമായി മാറിയത്. ബോംബെ ഏകദേശം മേഖലകളെല്ലാം ആ 1.5 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. വേറൊരു അവസരം കിട്ടിയില്ല. വേറെ അവസരം എന്ന് പറഞ്ഞാൽ ബോംബെയിൽ വരാം, 2 ദിവസം നിൽക്കാം, പിന്നെ നാട്ടിലേക്ക് വരാമെന്നുള്ളത് എവിടെ അന്ന് പോകാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. ഇത് 1.5 മാസം കൃത്യമായിട്ട് എല്ലാ ബോംബെ. ഈ 1.5 മാസത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ്? ഒരു ദിവസം തുടങ്ങുന്നത് എത്ര മണിക്കാണ്? അതെ, അത് രാവിലെ 10 മണി 11 മണി 12 മണിയെല്ലാം ആവും ചിലപ്പോൾ ഇറങ്ങും, ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് ക്യൂ നിൽക്കണം. ആര് ഇറങ്ങുന്നുണ്ട് നോക്കി നിൽക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാണ്. നമ്മൾ 4 പേരുണ്ട് ഈ കൂട്ടിൽ, 4 പേരുണ്ട്. 4 പേരും ഈ പറയപ്പെടുന്ന ഈ പ്രായമുള്ള ഒരു മനുഷ്യൻ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം പിന്നെ തൃശ്ശൂരിലുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ബോംബെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മളെ കൂട്ടി. എന്തായിരുന്നു അന്നത്തെ ബോംബെ? അന്ന് വളരെ നല്ല നമ്മള് സിനിമ നടന്മാർ ഈ VIP താമസിക്കുന്ന ഡോങ്കി ഇങ്ങനെ കണ്ട സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി പല മേഖലകളുണ്ട്. സിനിമാ താരങ്ങളെ കണ്ടോ? ആരും കണ്ടില്ല. വീടിന്റെ മുമ്പിലെ കൂടി VIP താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇന്ന സ്ഥലം ഇതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അന്നേരത്തെ ഭക്ഷണമൊക്കെ? എന്താണ് ഭക്ഷണം? സാധാരണ ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കും, ദാല് ചിക്കൻ കറി കഴിക്കും, ദാലും പിന്നെ ചോറും. അത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വരെയാണ്. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള മുഹമ്മദ് അലി റോഡ്, ഗ്രാൻഡ് റോഡും ചുവന്ന തെരുവും ഒക്കെയുള്ള കാലാണല്ലോ. അതൊക്കെ പോയി കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. ചുവന്ന തെരുവിൽ വരെ സഞ്ചരിച്ചത് അത് കാണാൻ വേണ്ടി. അന്നേരം അത്ഭുതപ്പെട്ടു. സ്ത്രീകൾ 2 ഭാഗത്ത് ഇങ്ങനെ ആരോ ഭയപ്പെടുത്തി, നിങ്ങളതൊന്ന് അടുത്ത് പോയക്കെല്ലാം പിടിച്ച് ഉള്ളിലാക്കൂ എന്നെല്ലാം കുറെ ആൾ പറഞ്ഞു. എന്നാലും അതൊന്ന് കാണണമെന്നുള്ള ഇത് അങ്ങനെ നമ്മൾ ഭയങ്കര സ്പീഡായിട്ട് അങ്ങ് പോകുകയും നിങ്ങൾക്ക് ആരും ഇങ്ങനെ ഇതാക്കി കളിയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പിടിക്കണം എന്നിട്ട് നമ്മൾ 4 ആൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒരു ഒന്നിച്ച് കൂടിയിട്ടാണ് ഇങ്ങനെ നോക്കിയിട്ട് ഇത് കാണണ്ടേ കാഴ്ച. ഒരു അത്ഭുതത്തോടു കൂടി കാണുന്ന കാഴ്ചയാണ്. പിന്നെ അങ്ങനെ ഡോങ്കിരി ഇങ്ങനെ കണ്ട കുറെ പ്രധാനപ്പെട്ട ബോംബെന്റെ സ്ഥലങ്ങൾ അതെല്ലാം പോയി കാണാം. ഇങ്ങനെയുള്ളത് അങ്ങനെയാണ് സമയം 1.5 മാസം അങ്ങനെ കഴിച്ച്. എന്തോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കപ്പലിന് അതായത് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്ന കപ്പലായിരുന്നു അക്ബർ എന്ന കപ്പൽ. അതിന് എന്തോ സാങ്കേതിക തടസ്സം വന്നതുകൊണ്ടാണ് നീണ്ടുപോയത്. അങ്ങനെ നീണ്ടുപോയി. പിന്നെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ബോംബെയിൽ തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ. അവിടെ പിന്നെ ഫോൺ ഉണ്ടല്ലോ അന്ന്, പിന്നെ കോൾ റെന്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് 2-3 ദിവസം കൂടുന്നു അങ്ങനെ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് ഫോണിൽ വിളിക്കും. ഒറ്റ മുറിയിൽ ഈ കുറെ ആളിങ്ങനെ നിരന്ന് കിടന്നുള്ള ജീവിതമുണ്ട്. പല പ്രായത്തിലുള്ള മനുഷ്യരാണ്, സ്ത്രീകൾ. ആ ദിവസങ്ങളൊക്കെ അവരൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? അല്ല, അത് നല്ലതായിരുന്നു. കാരണം എല്ലാവരും യാത്ര പോകാൻ വന്നവരാണ് ഏറെക്കുറെ അവിടെ ഉള്ളവർ. അപ്പം തന്നെ എല്ലാവരും നല്ല സുഹൃത്തുപരമായും അപ്പുറം നല്ല കോപ്പറേഷൻ, നല്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആടുന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വരാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു ലോകത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത്. 76 കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെയുള്ളൊരു കാലഘട്ടത്താണ് പോകുന്നത്. 76 ശരിക്കും പറഞ്ഞാൽ വിരളമായ ആൾക്കാരെ ഈ ശരിയായ വീസയിൽ കപ്പലിൽ പോകുന്നവരുണ്ടായിട്ടുണ്ട്. ബാക്കി ലാഞ്ചിലാണ് പോയത്. ലാഞ്ച് എന്ന് പറഞ്ഞാല് അനധികൃതമായി പോകുന്നില്ലേ. അവിടെ പിന്നെ ഒന്നിക്കല് ഇവിടെ അജ്മാലിൽ ഇറങ്ങും, ദുബായിൽ ഇറങ്ങും. എവിടെ ഇറങ്ങലെന്നുള്ളത് വരെ പറയാൻ പറ്റില്ല. കാരണം ലാഞ്ചിൽ പോയവരാണ് എൻ്റെ ജ്യേഷ്ഠന്മാർ, ഇബ്രാഹിം ഹാജി എന്ന് പറയുന്നവരും
പിന്നെ മറ്റുള്ളവരും ഇബ്രാഹിം ഹാജിയും കരീം എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവർ ലാഞ്ചിൽ പോയതാണ്. പക്ഷേ എൻ്റെ 2 ജ്യേഷ്ഠന്മാർ അംസഹാജിയും മജീദ് എന്ന് പറഞ്ഞവർ ശരിയായ വീസയിൽ പോയതാണ് ആ കാലഘട്ടത്തിൽ. ഈ ലോഞ്ചിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഈ കടലിൽ തുള്ളി ഗഫൂർ കാ ദോസ്ത് നീന്തി കിടക്കണം. കപ്പലും അങ്ങനെയാണല്ലോ. കപ്പൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് പോയിട്ട് 5 ദിവസമാണ് പിന്നെ കപ്പൽ പിന്നെ ബോംബെയിൽ നിന്ന് കയറി പിന്നെ 1.5 മാസത്തെ ബോംബെ യാത്രയ്ക്ക് ശേഷം ദുബായിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ദുബായിലേക്ക് യാത്ര തുടങ്ങാൻ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്തത്? അല്ല, ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സാധാരണ ദുബൈയിൽ പോകുന്നവർ ആ കാലഘട്ടത്തിൽ കുറേ പിന്നെ അവിലുകൾ മറ്റ് സാധനങ്ങൾ, കുറേ ബേക്കറി സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ വീട്ടുകാർ നമുക്ക് തരുമല്ലോ. അവർ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ദുബൈയിൽ എത്തും എന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷേ ഈ തന്ന സാധനമല്ലോ ഈ 1.5 മാസം കൊണ്ട് വന്ന് അവിടെ നാട്ടിൽ അവിടെ ദുബൈയിലേക്ക് എത്താൻ അത് ഇല്ല. അവിടെ തന്നെ അതെല്ലാം തിന്ന് തീർത്ത് വെറും കൈയോടെ. പിന്നെ ഡ്രസ്സും 2-3 ഇതുമായിട്ടാണ് കപ്പൽ. അക്ബർ എന്ന കപ്പലാണ്. അക്ബർ ജീവിതത്തിൽ ആദ്യമായിട്ട് കപ്പൽ കാണുന്നത് അനുഭവം എന്ന് പറഞ്ഞാല് കപ്പൽ കാണുന്ന നമ്മൾ ഈ ട്രെയിനെല്ലാം കയറുന്നതൊക്കെ ഓരോ ബോഗിനാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ തട്ടാണ്. അത് ഒന്ന് അപ്പുറം ഒന്ന് ഇപ്പുറം. അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനിന്റെ ബോഗിന്റെ മാതിരിലാണ് കപ്പൽ. അതിൽ അവിടെ കയറി പിന്നെ ഭക്ഷണമാണ് ഏറ്റവും പ്രയാസകരമായത്. കാരണം ഉച്ചക്ക് രാവിലെ ഒരു ബിസ്ക്കറ്റും ചായ തരാം, ഉച്ചക്ക് ദാലും പിന്നെ ചോറ് പച്ചരിച്ചോറാണ്, ബാരിക് ചാവലില്ലേ നമ്മളെ ബാരിക് റൈസ്. അതൊന്നും അന്ന് അറിയില്ല എന്താന്നുള്ളത്. അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പച്ചരിച്ചോറ് വയ്ക്കുന്നത്. അപ്പൊ ഈ ദാലും കൂടി ഇത് ഇങ്ങോട്ട് പോകുന്നില്ല. നമ്മളിവിടെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച ആളുകളാണ്, ഇത് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇതിങ്ങനെ കഴിക്കുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ചപ്പാത്തി, മറ്റേ ഇതുണ്ടല്ലോ റൊട്ടിയും ഈ ഉണക്കിൻ്റെ മാതിരിയുള്ള മീനോ അല്ല ചിക്കനോ എന്തെങ്കിലും ഒരു ചെറിയൊരു കറിയാ തരാം. അതാണ് അടുത്ത ഭക്ഷണം. പക്ഷേ അവിടെ ഹോട്ടലുണ്ട് കപ്പലിൻ്റെ ഉള്ളിൽ നല്ല, അവിടെ നല്ല ഭക്ഷണമെല്ലാം ഉണ്ട്, പൈസ വേണം. അത് പിന്നെ അവിടെ ഒരു ലോകമാണ് കപ്പൽ എന്ന് പറഞ്ഞാൽ. ഒരു നല്ല രസമാണ്. കുറേ ആൾക്കാരായിരുന്നു സീറ്റ് കളിക്കുന്നുണ്ടാവും, മറ്റേത് കളിക്കുന്നുണ്ടാവും. പിന്നെ രാത്രിയായ ഒരു സമാധാനമുണ്ട്. രാത്രി എല്ലാവരെയും കൂട്ടിയിട്ട് കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ ബോഗിൽ കൊണ്ടുപോകും. എന്തെന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണിക്കും രാത്രി. ആ ഇത് വെച്ചിട്ട് ഏത് സ്ക്രീൻ വെച്ചിട്ട് മറ്റന്ന് ഏറ്റവും മുകളിൽ. മൊത്തം എത്ര പേരുണ്ടാവും യാത്രക്കാരായിട്ട്? 600 ആളുണ്ടാവും. 2 തട്ടില്ലേ, 2 തട്ട് സിനിമ കാണിക്കും. ഒരു 9 മണിയാവുന്ന എല്ലാവരും വിളിക്കും. പഴയ ഹിന്ദി സിനിമ, നമുക്കൊന്നും മനസ്സിലാവില്ല. ആ പഴയ ഹിന്ദി സിനിമ അത് കണ്ട് കപ്പലിന്റെ മുകളിൽ കയറിട്ട് അത് ആസ്വദിച്ചിട്ട് കാണും. കുറേ കഴിയുന്ന പാകിസ്ഥാൻ എല്ലാം കടന്നു കഴിഞ്ഞാൽ ഈ കടലിന്റെ ഇത് അനുസരിച്ചിട്ടുള്ള ഇത് വരും, അനക്കം വരും, ഭയങ്കര ആട്ടം വരും. അന്നേരം കുറേ ആൾക്ക് ഛർദി വരും. എൻ്റെ കൂടെയുള്ള ഞാൻ ഛർദിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ കൂടെയുള്ള ആൾ, ഈ കുക്കെന്ന് പറഞ്ഞ ആൾ അവശനായി കടന്നുപോയി ആൾ. ഇതിൻ്റെ ഈ പുതിയ ഈ കപ്പൽ ഞാൻ പറഞ്ഞില്ലേ, ഹജ്ജിൻ്റെ സീസൺ കഴിഞ്ഞിട്ട് വന്ന കപ്പൽ അവർ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെയിൻറ്റിൻ്റെ വാസന ഇതെല്ലാം കൂടി ഒന്നും വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറേ അംഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന നമ്മളെല്ലാം ഭയങ്കര ഭയത്തോടു കൂടിയാണ് നോക്കിയത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അത് ഉണ്ടാവും, പ്രശ്നമാക്കണ്ട നിങ്ങളാരും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ യാത്ര തുടർന്നത്. പകലുള്ള കാഴ്ചകളും രാത്രിയുള്ള കടൽ കാഴ്ച ഇല്ല, കടലിലെത്തി ഒന്നും കാഴ്ചയില്ല, ഒന്നുമില്ല. നേരെ നടുക്കടലിലെത്തിയാൽ ഇങ്ങനെ ഇങ്ങനെ കടലല്ലാതെ വേറൊന്നും കാണൂലല്ലോ, ഒന്നും കാണൂല, നമ്മൾ ഒന്നും കാണൂല. വിജനമായ ഒരു ലോകത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്. അയാളീട്ട് ഒന്ന് ആടെല്ലാം പോകും, ഹോട്ടലിൻ്റെ അടുത്തെല്ലാം പോകും. ചിലവർ ഷീട്ടും ഇതെല്ലാം കളിക്കുന്നുണ്ടാവും. അതിൽ കളിക്കുന്നത് സമയം കൂടാൻ വേണ്ടി പലതും അന്ന് പിന്നെ ഗുജറാത്തികളുണ്ടായിരുന്നു, പിന്നെ ബംഗാളികളുണ്ടായിരുന്നു, എല്ലാവരും മലയാളികൾ, എല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം സ്റ്റേറ്റിലെ ആൾക്കാരെല്ലാം ആ കപ്പലിലുണ്ട് അന്ന്. പല ഭാഗത്തുള്ള മനുഷ്യന്മാരുണ്ട്. കൂടുതലുള്ളത് അന്ന് മലയാളികളാണ്. എത്ര ദിവസം മൊത്തം എടുത്തു? 5 ദിവസം. എമിഗ്രേഷൻ ആടുന്ന് പിന്നെ ബോംബെ എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ കഴിഞ്ഞു. എയർപോർട്ടിൽ നിന്നാണോ എമിഗ്രേഷൻ? കപ്പലിന്റെ ഉള്ളിൽ തന്നെയാണോ? അല്ല, ഇതേ നമുക്ക് ബോംബെന്ന് ബോംബെന്റെ പുറത്തുനിന്ന് തന്നെയാണ് എമിഗ്രേഷൻ ഉണ്ടായത്. നമ്മൾ റാഷിദ് പോർട്ടിൽ ദുബായിലെത്തിയപ്പോൾ റാഷിദ് പോർട്ട് ഇപ്പോൾ വിപുലീകരിച്ച് ഇതായല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ ഇതായപ്പോൾ ഒരാൾ ഈ പിന്നെ എമിഗ്രേഷൻ ഓഫീസർ അവർ ബാഗെല്ലായിട്ട് വന്നു. നമ്മളെല്ലാവരും ലൈൻ നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും പാസ്പോർട്ട് വാങ്ങി നമ്മൾ പാസ്പോർട്ട് സീലടിച്ച് നമ്മളെ വിട്ട് നമ്മൾ ആ കപ്പലിൽ നിന്ന് പിന്നെ അന്ന് നേരിട്ടിട്ട് അവിടെ അത്ര സംവിധാനമായിട്ടില്ല. വേറൊരു ഇത് വന്നു, ബോട്ട് വന്നു, അതിലെല്ലാവരും കയറിയിട്ട് അടുത്തേക്ക് പിന്നെ പോർട്ടിലേക്ക് കടന്നു.
ആടുന്ന് നമ്മൾക്കൊന്നും ദുബായിയുടെ മണ്ണിൽ അങ്ങനെ കാല് കുത്തിപ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഒരു ഒരു ഇതെല്ലാം കാണുന്നു, ഒരു അപൂർവമായിട്ട് ആദ്യം കണ്ട രംഗം ഏതാണ്? കാരണം ഇന്നത്തെ ദുബായ് അല്ലല്ല, അത് ഇങ്ങനെ ഒരു മരുഭൂമി, അങ്ങനെ അത്രയൊന്നും ബിൽഡിംഗ് ഇല്ല. പിന്നെ ചെറിയ ചെറിയ പഴയ ആ കല്ല്, ദുബായിന്റെ ഒരു കല്ലുണ്ടല്ലോ, ആ കല്ലും ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകൾ, അത് ആ ചെറിയ ആ സാധനങ്ങളാണ് മൊത്തം ഉള്ളത്. ആട് ഇതെല്ലാം ഇങ്ങനെ 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 ഉണ്ട്. ആ ഒരു പ്രത്യേക ലോകത്ത് ഇറങ്ങിയ ഒരു ഫീലിംഗ്. അങ്ങനെ ആടുന്ന് ഒരു ദുബായിൽ ഇറങ്ങി പോർട്ടിലിറങ്ങിയപ്പോ ഒരു പിക്കപ്പുകാരൻ വന്നു. എവിടെ പോകണോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഗോൾഡ് സൂക്ക്, നമുക്ക് അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് സൂക്ക് ഇക്ബാൽ റെസ്റ്റോറൻറ്റ്. ഇറങ്ങുന്നു നേരെ. ടെമ്പോ ട്രാവലറാണ്. ഒരു പിക്കപ്പ്, ശരി, അന്നത്തെ ഗൾഫിലുള്ള ഒരു ഉണ്ടല്ലോ പിക്കപ്പ്. അതിൽ നമ്മൾ രണ്ടാള്, ഞാൻ എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. നമ്മളെടുത്ത് പൈസയൊന്നും ഇല്ലല്ലോ. ഇക്ബാൽ റെസ്റ്റോറൻറ്റ്, ഗോൾഡ് സൂക്ക് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി പെട്ടെന്ന്. നമ്മൾ കൊണ്ടുപോയി, അന്നേരം തന്നെ കൊണ്ടുപോയി ആടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. അത് കൗതുകത്തോടു കൂടിയാണ് നോക്കുന്നത്. നമ്മളൊരു അപൂർവമായിട്ട് വാഹനങ്ങൾ ഇല്ല. നമ്മൾ കയറുന്ന റോഡ് തന്നെ ഒരു താറ് ചെയ്യാത്ത ഈ അന്ന് ഗോൾഡ് സൂക്ക് പിന്നെ ഉള്ളിൽ അന്ന് വാഹനങ്ങൾ വരാറുണ്ട്. ഇന്നിപ്പോൾ വരാറില്ല. അന്ന് റോഡില്ല അതിൻ്റെ ഉള്ളിലേക്ക്. അതായത് ഈ പിക്കപ്പ് പോകുന്ന പൊടി ഇങ്ങനെ പാറയും ഉള്ളിലേക്ക്, നമ്മുടെ നാട്ടിൽ ലോക്കൽ റോഡിലേക്ക് പോകുന്ന കാണുന്ന അതിലെ കൂടി അദ്ദേഹം നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ വണ്ടി നിർത്തി. അദ്ദേഹം പോയി ക്യാഷിന് പോയി. പിന്നെ അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ അമ്മാവന് ജ്യേഷ്ഠൻ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പാണ് ഈ ഉള്ളത്. അവർ വന്നു കണ്ടു അവിടെ ആള് സ്വീകരിച്ചു. അവരെന്താക്കി, പിന്നെ ആ ടാക്സിക്കാരൻ്റെ പൈസ എല്ലാം കൊടുത്ത് അവരെ വിട്ടു. നമ്മളൊരു രക്ഷപ്പെട്ട പ്രതീതി. കാരണം നമ്മൾ ഉദ്ദേശ സ്ഥലത്തെത്തിയല്ലോ, ഉദ്ദേശത്തെത്തി, ലക്ഷ്യസ്ഥാനത്തെത്തി. അന്ന് ഇക്ബാൽ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, അതായത് 2ാം ഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. നല്ല പൊറോടിയോടുള്ള റെസ്റ്റോറൻ്റാണ്. അന്ന് നല്ല 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 അതിൻ്റെ എലിവേഷൻ, അതിൻ്റെ ഫർണിച്ചർ തന്നെ ഒരു നല്ല ഗംഭീരമാണ്. അക്കാലത്ത് ഒരു വലിയ ഫേമസ് ഹോട്ടലാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ. അന്ന് 2 ഹോട്ടലാണ് UAE ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് പിന്നെ ആയിഷ റെസ്റ്റോറൻറ്റ്, അതായത് തഡ്സി ഖാദർ എന്ന് പറഞ്ഞ ഖാദർ സാഹിബിൻ്റെ ഒരു ഹോട്ടലുണ്ട്, ആയിഷ റെസ്റ്റോറൻറ്റ്. അത് ദേരയിൽ തന്നെയാണ്. ദേര പിന്നെ നമ്മുടെ അവറിൻ്റെ ഭാഗത്ത്, മറ്റേ അവറ, ഒരു വലിയ അവറയുണ്ടല്ലോ, ആ ഭാഗത്താണ്, ആ സ്ക്വയറിൽ. അവിടെ അത് ഭയങ്കര ഖാദർ ഹോട്ടൽ, അതായത് ഖാദർ ഹോട്ടൽ എന്നാണ് അതിന് പറയാം. ഒത്തിരി കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അല്ല, അന്ന് ഈ ദുബായിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ദേരയും മുറാക്കാബ് സ്ട്രീറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന റിഗയും ആ സ്ഥലങ്ങളൊക്കെ അന്ന് ആ പേരിൽ അങ്ങനെ അത്ര ഫേമസ് ഒന്നും. അത് സിക്കന്ദർ ഖൈർ എന്ന് പറഞ്ഞിട്ട്, അത് അന്ന് കുറച്ച് ഫേമസ് ആണ്. സിക്കന്ദർ ഖൈർ, അതായത് കുവൈത്തി മസ്ജിദിന്റെ ആ ഭാഗത്തുള്ള അങ്ങനെ സിക്കന്ദർ ഖൈർ ഒരു ഇതാണ്. പിന്നെ പാർദുബൈ പാർദുബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് തോണിയാണ്. തോണിയിൽ നമ്മൾ ഈ ദുബൈയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ അതുണ്ട്. അത് പരിഷ്കരിച്ച് നല്ല ബോട്ട്, മെഷീൻ യന്ത്ര ബോട്ട്. പണ്ട് അന്ന് മെഷീൻ ബോട്ടല്ല. അന്ന് 10 പിന്നെ ഇതാണ് ആദ്യം കൊടുത്ത് 10 ഫിൽസാണ്. പിന്നെ അത് 25 ഫിൽസായി. ഇപ്പൊ 1 ദിർഹമായി. ക്രോസ് ചെയ്യാൻ അപ്പുറം ദുബൈയിൽ നിന്ന് അപ്പുറത്തേക്ക്. അത് 2 അവറുണ്ട്. 2 തോണി കടന്ന്, ഒന്ന് മെയിൻ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഖാദർ ഹോട്ടലിന്റെ ആ ഭാഗത്തുള്ള പിന്നെ ഇറാനി ബാങ്കിന്റെ എല്ലായിടത്തു നിന്നുള്ള ഒരു ഇതും, പിന്നെ നമ്മുടെ ഗോൾഡ് സൂക്കിന്റെ അൽറാസിന്റെ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു, അതെല്ലാം ഇപ്പൊ ആധുനിക രീതിയിൽ പിന്നെ പരിഷ്കരിച്ച് ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി, എല്ലാ ആഡംബരോട് കൂടിയിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അന്നതല്ല, അന്ന് കല്ലൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ ഒരു കടലാണ്, ചെറിയ കടൽ എന്ന് പറഞ്ഞാൽ ഒരു പുഴ, വലിയ പുഴ, കടൽ തന്നെയാണ്. ഇറങ്ങിയിട്ട് ഇക്ബാൽ ഹോട്ടലിൽ ചെന്ന് ഇറങ്ങി, കുടുംബക്കാരെ ഹോട്ടലാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ എന്തൊക്കെ പണി എന്താ ചെയ്യുന്നത്? ഇല്ല, കറങ്ങലൊന്നും ഇല്ല ആ കാലത്ത്. അത് ആദ്യത്തെ അതാ രസം. നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ ഈ ടീമിന് 10-25 ആൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒരു ചെറിയ സ്റ്റോറും ഇതെല്ലാം കൂടി 10-25 പേര്, 10-25 പേരിലധികം ഉണ്ടാവും ചെയ്യുന്ന സ്റ്റോർ. അതും ഈ പറയും പോലെ അവിടെ എത്തിയപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അതായത് ഒരു വലിയൊരു വില്ലയാണ്.
ആ വില്ലയിൽ നീളത്തിലുള്ള ഒരാളാണ്. ഈ ഹാളിലാണ് 10-20 പേർ ഇങ്ങനെ ഈ പറയപ്പെടുന്ന തൊഴിലാളികൾ. അതാ ഞാൻ പറഞ്ഞത്, അതേ എക്സ്പീരിയൻസ് ബോംബെയിൽ തന്നെ കിട്ടി ഇങ്ങോട്ട് കൊണ്ടുപോയി. അതേ എക്സ്പീരിയൻസ് ഇങ്ങനെ 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 10-12 ആൾ ഇങ്ങനെ കിടക്കുന്നു. എന്തിനേറെ പറയുന്നത് ഫാന് വരെ ഇല്ല. ആ സമയത്ത് ഭയങ്കര ചൂടാണ്. എന്താ ചൂട്ടിന്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യലെന്നറിയോ? നേരെ ഈ വില്ലന്റെ മുകളില് ടെറസാണ്, അതിന്റെ മുകളിൽ നമ്മൾ പോയി രാത്രി കാലങ്ങളിൽ ഈ മുണ്ടുണ്ടല്ലോ, മുണ്ട് ഈ അന്ന് ഈ ബർഫ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ട് വരും, ഹോട്ടലിലേക്ക് ബർഫ് മേടിച്ചോണ്ട് വരും. അന്ന് ഐസ്ക്രീം ക്രിബ് കഷ്ണം അത് വാങ്ങാൻ കിട്ടും. ഐസിന്റെ പീസുകൾ അത് വാങ്ങിയിട്ട് അത് തൊട്ടിയിലിട്ടിട്ട് ഈ മുണ്ട് അതിലിട്ടിട്ട് അതിനെ തണുപ്പിച്ചിട്ട് ശരീരത്തിലിട്ടിട്ടാണ് മുകളുടെ ടെറസിന്റെ മുകളിൽ കയറി കിടക്കൽ. കാരണം ഈ തണുപ്പിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഉറങ്ങിപ്പോകും. ഇതാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള. ഇന്നത് പുതിയ തലമുറയോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആ ശരിക്കും തുണി നനച്ച് വിരിച്ച്, അതായത് അടുത്ത ഒരു അറബി താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു നമ്മളെ തൊട്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തെല്ലാം വില്ലകളാണ്, അറബികൾ താമസിക്കുന്നത് അടുത്താണ്. ആ ഒരു വില്ലയാണ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കുന്നത്, പഴയ വില്ല, പൊളിഞ്ഞു വീറായി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഏതോ ഒരു വീട്ടിൽ AC വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ AC കാണാൻ വേണ്ടി പോയി. AC ഉണ്ട് ആ വീട്ടിൽ വന്നിട്ട്, അറബിയുടെ വീട്ടിൽ AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അറബി തന്നെ നമ്മുടെ അടുത്ത സുഹൃത്താണ്. അയാൾ നമ്മുടെ അടുത്ത് നിന്ന് ഭക്ഷണം വാങ്ങുന്നതും ഭക്ഷണം കൊടുക്കുക. അതിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയ ഓഫീസറാണ്, വീസക്കെല്ലാം സീനിച്ചർ ചെയ്യുന്ന ഒരാളായിരുന്നു. നല്ല ആത്മബന്ധമായിരുന്നു. അവർ കുടുംബമായിട്ടും നമ്മൾ സാധനങ്ങൾ കൊണ്ട് കൊടുക്കലും പിടിക്കില്ല. അവർ ആദ്യമായിട്ട് നമുക്ക് AC വെക്കുന്നു. അദ്ദേഹം ഒരു പുതിയ AC വാങ്ങിയപ്പോൾ ആ AC ഒഴിവാക്കിയപ്പോൾ അത് നമുക്ക് തന്നു. വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല, AC ഉണ്ട്, തണുപ്പുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ നമ്മൾ അത് വെച്ചിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ ഫാനെല്ലാം വന്നു. അത് പിന്നെ ഈ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ പോയപ്പോൾ 2-3 കൊല്ലം ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ താമസിച്ചു. പിന്നെയാണ് AC. മഴയെല്ലാം പലപ്പോഴും കിട്ടലുണ്ടോ? മഴയില്ല, ആ കാലത്ത് മഴയൊന്നും കിട്ടലില്ല, തീരെ മഴ. ഇപ്പൊ കൃത്രിമ മഴ, ഇടക്കിടക്ക് മഴ. എപ്പോഴെങ്കിലും ഒരു 1-2 മഴ പെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ചൂട് തുടങ്ങാനും തണുപ്പ് വരാനാണ് മഴ പെയ്യുക. അത് കൃത്യമായിട്ട് വരും. പിന്നെ അന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ കടലിന്റെ കരക്കാണ്. ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞാൽ അന്ന് കടൽ കുറെ ഇങ്ങോട്ടാണ്, അങ്ങോട്ട് പോയി. ഇപ്പൊ പുതിയ മാർക്കറ്റ് വന്നിട്ടുണ്ടോ നിങ്ങൾ കണ്ടോ? ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ മാർക്കറ്റ് വന്നിട്ടുണ്ട് വിശാലമായി. അവിടെയാണ് പണ്ട് മച്ചി മാർക്കറ്റ് ഉണ്ടായത്. ആ സ്ഥലത്ത് അപ്പുറം പോയി അവിടുന്ന് വീണ്ടും വേറെ സ്ഥലത്തേക്ക്. അങ്ങനെ ഹൈടെക് മത്സ്യ മാർക്കറ്റാണ്, ഫിഷ് മാർക്കറ്റാണ്, ഫിഷ് മറ്റുള്ള സാധനങ്ങളല്ല. അപ്പം നമ്മൾ അത് കുറേ ആൾക്കാർ ഈ രാവിലെ പ്രാരംഭ കാര്യങ്ങൾ ചെയ്യാൻ വരെ കടലിന്റെ കരക്ക് പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അന്ന് ആ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. അന്ന് ഞാൻ വരുന്നതിന് മുമ്പിൽ 1960 നമ്മളെ അമ്മാവൻ പോയത് ശരിക്കും 1955 ഈ സഫേർ അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ അവിടെ ഗോൾഡ്, അതായത് ഉപ്പ. അത് ശരിക്ക് ഗൾഫിലെ അദ്ദേഹത്തെ പറയല് ഇക്ബാൽ ഹാജി എന്നാണ്. അഹമ്മദ് ഹാജി എന്നാണ് അയാളുടെ പേര്. ഇക്ബാൽ ഹാജി എന്നാണ് അദ്ദേഹത്തെ പറയാ, കാരണം ഇക്ബാൽ ഹോട്ടലിന്റെ പേരാണ്. അയാളെ നാട്ടിൽ വന്ന് സഫേർ ടൂറിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് സഫേർ ഹാജി എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം 1955 പോയിട്ട് ദുബായിൽ പോയിട്ട്, അന്നേരം ദുബായ് ഒന്നുമില്ല. അപ്പോൾ അയാളോട് മൂപ്പരോട് പറഞ്ഞ് ഏറ്റവും നല്ല പിന്നെ എന്തെങ്കിലും സാലറിയും കാര്യങ്ങളെല്ലാം കൂടുതൽ ശമ്പളമെല്ലാം കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ കുവൈത്തിലാണ്, കുവൈത്തിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് കുവൈത്തിലേക്ക് അയാൾ ആടുന്ന് ലാഞ്ചിന് പോകുന്നുണ്ട്. സഫേർ ഹാജി, മെയ്തുൻ്റെ ഉപ്പ. എന്നിട്ട് അദ്ദേഹത്തെ പിന്നെ കുവൈത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ സ്ഥലത്ത് രാജ്യത്ത് ഇറക്കിയിട്ട് കുറേ നടന്ന് കുവൈത്തിൻ്റെ ബോർഡറിലെത്തിയപ്പോൾ ആണെന്ന് പോലീസുകാർ പിടിച്ചിട്ട് പിന്നെ 1.5-2 മാസത്തോളം ജയിലിൽ കിടന്ന ഒരു അനുഭവമുണ്ട്. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം കുവൈത്ത്, അദ്ദേഹം ഏകദേശം നാടെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്, കുവൈത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റോറി ഉണ്ട്, പുസ്തകമുണ്ട്, ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. അത് പറയും, അദ്ദേഹമാണ് നമ്മുടെ ഹീറോ, ശരിക്കും നമ്മുടെ റോൾ മോഡൽ അദ്ദേഹമാണ്. അപ്പൊ അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ തുടരുകയാണ്. ജോലി എന്താണ്? അതാണ് വളരെ രസം. ജോലി അറിയണമല്ലോ. ഇത് ഗൾഫ് ഇത് പറയുമ്പോൾ അതും കൂടി നമ്മൾ പങ്കുവെക്കണം. അതെന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 1960 മുതൽ 1980-85 വരെ പിന്നെ പോകുന്നവർ ആദ്യ തലമുറയിൽപ്പെട്ട പ്രവാസികളാണ്.
അവരാണ് റിയൽ ഹീറോ. ഒരു ഫൗണ്ടർ, അതായത് ഫൗണ്ടേഷൻ ചെയ്തത് അവരാണ്, ഫൗണ്ടർമാർ. കാരണം 1960 ഈ 70-75 വരെ പോകുന്നവര് അന്ന് പോകുന്നത് അധികം 90% പോകുന്നവർ ലാഞ്ചിലാണ്. അവർക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല, അവർ ഏത് നാട്ടുകാരനെന്നുള്ള അവർക്ക് പാസ്പോർട്ട് ഇല്ല, മറ്റു കാര്യങ്ങളില്ല. അവരൊരു ത്യാഗത്തിന് ഒരുങ്ങി പോകുന്നതാണ്. ചിലപ്പോൾ അവർ പോരാട്ടം അവിടെ എത്തിയാൽ എത്തിയില്ലെങ്കിൽ ഇല്ല, മരിച്ചാൽ കടലിൽ. ലാഞ്ചിൽ നിന്ന് പിന്നെ ഭക്ഷണം തീർന്നത് കൊണ്ട് ആളെ കുറക്കാൻ വേണ്ടി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട അനുഭവം വരെ ഉണ്ട് മനുഷ്യർ. എത്രയോ ആൾ പറഞ്ഞു. നമ്മളെ നാട്ടിൽ പരിസരത്ത് വരെ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ചിലവർ കടലിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്, ചിലവർ മരുഭൂമിയിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്. അവരാണ് റിയൽ ഹീറോ. 3 തലമുറയുടെ കൂടെ ഞാൻ സഞ്ചരിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തല. കാരണം ഞാൻ പറഞ്ഞില്ലേ 60-70-75 കാലഘട്ടത്തിൽ അത് ഒരു 90 വരെ 1-ാം തലമുറയാണ്. 90-ന് ശേഷം പിന്നെ വരുന്ന ഒരു 10 കൊല്ലം 2-ാം തലമുറ. ആ 2-ാം തലമുറ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ ശരിയായ ഐഡന്റിറ്റി, അതായത് ഇന്ന നാട്ടുകാരനാണ്, ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ പാസ്പോർട്ടിൽ കൃത്യമായ ജോബ്, അതായത് വിദ്യാഭ്യാസ യോഗ്യതയോടുകൂടി, അതായത് ഒരു ജോബിന് അർഹതപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം, അതായത് സർട്ടിഫിക്കറ്റോട് കൂടി വരാൻ തുടങ്ങിയത് ഒരു 80-ന് ശേഷമുള്ള കാലഘട്ടമാണ്. ശരിയായ റിയലായിട്ട് അതാണ് 2-ാം തലമുറ. അത് വളരെ പ്ലാൻ ചെയ്തിട്ട് വരുന്നത്. ആദ്യ തലമുറ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ആടെ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തത്. ഈടെ ആ കാലഘട്ടത്തിൽ 70, 60, 70, 76, 80 വരെയുള്ള കാലഘട്ടത്തിൽ ഈടുന്ന് വരുന്ന പ്രവാസി ഒന്നും തൊഴിലറിഞ്ഞിട്ട് പോയവരല്ല. എന്തെങ്കിലും എന്റെ ജോലിയാണ് ഞാൻ പറയാൻ പോകുന്നത്, അതുകൊണ്ടാണ് അത് പറയുന്നത്. എന്നെ അവിടെ കൊണ്ടുപോയി എൻ്റെ അമ്മാവൻ ഇക്ബാൽ റെസ്റ്റോറൻറ്റിലാണല്ലോ ഞാൻ പോയത്, ഹോട്ടൽ പണിയാണല്ലോ. അവിടെ പോയി ഫസ്റ്റിൽ തന്നെ നമ്മുടെ അമ്മാവന് പിന്നെ ഗ്ലാസ് കഴുകുന്ന ആടത്തേക്ക് കൊണ്ടുപോയി ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെയാണ് കഴുകൽ കാണിച്ചു തന്നു. ഇങ്ങനെ ആക്കി, ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ അതാക്കി സർഫും ഇതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ സോപ്പെല്ലാം ഇട്ടിട്ട് അതിൽ ആദ്യം ഇട്ട് വെക്കണം. എന്നിട്ട് അതിനുശേഷം നല്ല വെള്ളത്തിൽ ഇങ്ങനെ കഴുകണം. പിന്നെ ഹോട്ടലിൽ വരുന്ന ഫ്ലൈറ്റുകളും കാര്യങ്ങളും എന്താക്കണം, എടുക്കണം, വേസ്റ്റ് എടുക്കണം. അതായത് നമ്മളിപ്പോൾ ഹോട്ടൽ കാണുന്നില്ലേ തുടക്കുന്ന ആ ജോലിയാണ് എനിക്ക് ആദ്യം. ക്ലീനിങ് പോയി അത് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അദ്ദേഹം കാണിച്ചു തന്നു. അത് പഠിക്കണ്ടേ, അതും പഠിക്കണ്ടേ. അത്രത്തോളം പഠിക്കാതെ നമ്മൾ എവിടെ പോകുന്നത്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇതുപോലുള്ള ആയിരക്കണക്കിന് പിന്നെ പ്രവാസികൾ പോകുന്നത് ഇതുപോലെയാണ്. അങ്ങനെ അതൊരു 6 മാസം അത് ആ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടി വളർന്നു പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സപ്ലൈ റോളിൽ ഏകദേശം വന്നു. ഒരു കൊല്ലത്തിന് ശേഷം എന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്റ്റോർ ഉണ്ട്, ഒരു സ്റ്റേഷനറി സാധനങ്ങളും മറ്റു. അന്ന് ഈ പാന് വലിയ ഫേമസ് ആണ്. അതിന് നമ്മൾ അവിടെ ഫേമസ് ആണ്. നമ്മളൊരു പാൻ, നമ്മൾ ആയിരക്കണക്കിന് പാൻ ഒരു ദിവസം ബുക്കും. അത് നമ്മളെ ബ്രദേഴ്സാണ് അത് നടക്കുന്നത്. മുഹമ്മദ് അലി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹോട്ടലിന്റെ ഒരു ഹോട്ടലിൽ, വലിയ ഹോട്ടലിന്റെ അടുത്ത് എന്തായാലും ഒരു പാൻ കട അത് അന്ന് അംഗീകരിച്ചതാണ്, ഇന്നില്ല. അതിലേക്ക് തന്നെ ആടത്തേക്ക് തന്നെ പാൻ ഉണ്ടാക്കാൻ വേണ്ടി. പാൻ ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനെ പെട്ടെന്നാവില്ല. ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ അടക്ക, അത് കട്ട് ചെയ്യൽ, അത് ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യൽ, ചെറിയ പീസാക്കൽ, അതൊരു എക്സ്പീരിയൻസ് വേണം. എന്നിട്ട് കൈയെല്ലാം മുറിയും. കുറെ ദിവസം ഇങ്ങനെ കൈയെല്ലാം മുറിഞ്ഞ് ഇതാക്കി അങ്ങനെ ആയിട്ട് ഞാൻ പിന്നെ എക്സ്പീരിയൻസ് ആയി. പിന്നെ നല്ല സ്പീഡ് കിട്ടാൻ തുടങ്ങി. ഇത് മുറിച്ച് കഷ്ണമായിട്ട് ഇടും. പിന്നെ കുറേ കഴിഞ്ഞ് വെറ്റില കട്ട് ചെയ്യണം. 100 കണക്കിന് വെറ്റിലകൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കണം. പിന്നെ ഇത് പഠിക്കണം, അതായത് ചുണ്ണാമ്പ് ഇങ്ങനെ വരട്ടണം, മറ്റേത് ഇങ്ങനെ വരട്ടണം. ഓരോരാൾ വന്നിട്ട് ഓരോ സാധനങ്ങൾ സ്റ്റൈലാണ് പറയാ. കുറച്ച് ചുണ്ണ ജാതാക്കറോ മറ്റേ അത് ഒരു 2 കൊല്ലത്തോളം എടുത്തു. 3 കൊല്ലം. പാൻകാരന് ശേഷം നമ്മുടെ അമ്മാവൻ തന്നെ ഗോൾഡ് സൂക്കിന്റെ ഇന്നത്തെ 2-ാം ഗേറ്റ് 2 കണ്ടിട്ടുണ്ടാവും. അതിന്റെ കോർണറിൽ വലിയൊരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങി. വമ്പൻ ഇലക്ട്രോണിക് ഷോപ്പ്, വലിയ ഇലക്ട്രോണിക് ഷോപ്പ്. എല്ലാ വാച്ചുകളും എല്ലാ A to Z വാച്ചുകൾ, പിന്നെ പെർഫ്യൂമുകൾ, അതെല്ലാം കൂടിയിട്ട് മൊത്തം ഒരു വലിയ ആ ഷോപ്പിലേക്ക് മാറ്റി. പിന്നെ
അങ്ങനെ ഈ പണിയിൽ നിർത്തി ഇലക്ട്രോണിക് ഷോപ്പിലാക്കി. ഇലക്ട്രോണിക് ഷോപ്പിൽ എത്ര കാലം നിന്നു? അതൊരു 13 കൊല്ലം. 13 കൊല്ലം അവിടെ നിന്നു. പിന്നെ സ്വന്തമായ സ്ഥാപനം എപ്പോഴാണ് തുടങ്ങുന്നത്? സ്വന്തമായ സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്വന്തമായ സ്ഥാപനം തുടങ്ങിയിട്ടില്ല. കാരണം ഞാൻ ഇതന്നെ അതായത് നമ്മുടെ അമ്മാവനായ ഇതിൽ ഏറ്റവും ഒരു നമ്മളെ ജീവിതത്തിൽ ഒരു ട്രാജഡി വന്നത്, നമ്മുടെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഗൾഫിലുള്ള ചുക്കാന് പിടിച്ചത് നമ്മുടെ പിന്നെ അമ്മാവൻ്റെ മൂത്ത അമ്മാവൻ അഹമ്മദ് ഹാജി എന്ന ആളുടെ അനുജൻ TP മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് ശരിക്കും നമ്മുടെ ഗൾഫിൽ നമ്മളെ ലീഡ് ചെയ്തത്. നമ്മളെ ബ്രദേഴ്സ്, ഞാൻ പറഞ്ഞ 3 ബ്രദേഴ്സ് എല്ലാവരെയും ലീഡ് ചെയ്തത് അദ്ദേഹമാണ്. വേറെ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ലീഡ് ചെയ്തത് അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹമാണ് ഈ സഫയർ ടൂറിസ്റ്റ് ഹോമിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഉദ്ഘാടനം എല്ലാം അദ്ദേഹമാണ് ഉണ്ടായത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ചെറിയൊരു അസുഖം വരികയും മരണപ്പെടുകയും ചെയ്തു. അതിൽ നമ്മൾ ആദ്യം ആകെ ബ്രേക്കായിപ്പോയി. നമ്മുടെ മുമ്പോട്ടുള്ള ബിസിനസ്സിനെ അതെന്താക്കി, അത് ബാധിച്ചു, അത് ബ്ലോക്കായി, എല്ലാവരും ഒരു സ്റ്റെക്കായിപ്പോയി. ആ സ്റ്റെക്ക് ഒരു വലിയ വില കൊടുക്കേണ്ട വന്നു. എന്താ സംഭവിച്ചത്? പിന്നെ നമ്മുടെ ഈ പറയപ്പെടുന്നത് ഇലക്ട്രോണിക് ഷോപ്പ്, ആ ബിൽഡിങ് പിന്നെ പൊളിയുന്നത് കൊണ്ട്, പുതിയ ബിൽഡിങ് വരുന്നത് കൊണ്ട് അവരെ നമ്മളെ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അവർ ഒരു എഗ്രിമെൻ്റ് ചെയ്തു. പണി തീർന്നതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നുള്ള എഗ്രിമെൻറ്റോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയത്. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നെ രണ്ടാമത് നമുക്കത് റിക്കവർ ചെയ്യാൻ കിട്ടിയില്ല. അതിനുശേഷം ഇക്ബാൽ റെസ്റ്റോറൻറ്റ് തന്നെ ഇതിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചുപോയി. വീണ്ടും ഇക്ബാൽ ഹോട്ടൽ മേഖലയിൽ തന്നെ 36 വർഷം. ഇപ്പോൾ അത് ഈ അടുത്ത കാലത്തായിട്ട് 10 കൊല്ലമായിട്ട് അതൊരു ജനറൽ ട്രേഡിംഗ് ആയിട്ട് മാറി. ഹോട്ടൽ ക്ലോസ് ചെയ്തു. ഞാൻ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും പല പേരും പറഞ്ഞു. താങ്കൾ പോയ അതേ സ്ഥലത്ത് അതേ ഒരു പ്രത്യേകത ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ 50 വർഷം അത് ഒരേ വിസയിൽ ഒരേ സ്ഥലത്ത് 50 വർഷം നിൽക്കുക. ഒരു അപൂർവ ഇത് എപ്പോഴാണ് നിങ്ങൾ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്? പൊതുപ്രവർത്തനം ഞാൻ തന്നെ ചെറുപ്പത്തിൽ ഞാൻ പോകുന്നത് എപ്പോഴാണ് നിങ്ങൾ? ഞാൻ പോയ അന്ന് മുതൽ KMCC അന്ന് ചന്ദ്രിക റീഡേഴ്സ് ഫോർ ആണോ ശരിക്കും KMCC ആയി മാറിയത്? എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഞാൻ അന്ന് പോകുമ്പോൾ 1976 പോകുമ്പോൾ ഞാൻ മുട്ടം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അന്ന് അവിടെ ഉണ്ട്. വളരെ പഴക്കമുള്ള ഒരു സംഘടനയാണ് മുട്ടം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. അന്ന് ജമാഅത്തിൻ്റെ ഒരു ലെറ്ററുമായിട്ടാണ് ഞാൻ അന്ന് പോകുന്നത്. അന്ന് എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ, അന്ന് ഈ യൂണിയൻ ലീഗ്, അഖിലേന്ത്യാ ലീഗ് എന്ന് പറഞ്ഞിട്ട് ലീഗിൻ്റെ 2 ലീഗിൻ്റെ നേതൃത്വത്തിൽ 2 ലീഗുള്ള സമയത്താണ്. ഞാൻ യൂണിയൻ ലീഗിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് 2 വിഭാഗങ്ങളായിട്ട് അവിടെ KMCC പ്രവർത്തിക്കുന്നത്. ഒരു വിഭാഗം ചന്ദ്രിക റീഡേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ടും ഒരു വിഭാഗം KMCC എന്ന് പറഞ്ഞിട്ടാണ് പ്രവർത്തന മേഖല അവിടെ. ഞാൻ ഈ ചന്ദ്രിക റീഡേഴ്സ് ഫോറത്തിലാണ് പോയപാടന്നെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ മുട്ടം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയിലും പിന്നെ KMCCയിലും ഞാൻ പ്രവർത്തന ആയിരുന്നു. പിന്നെ ജോലി സംബന്ധമായ പ്രശ്നം കൊണ്ട് എല്ലാ ടൈമും പോകാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രവർത്തനം എല്ലാം നമ്മുടെ പിന്നെ അതൊരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ KMCC, അതായത് 2 ലീഗും ഒന്നിക്കുകയും അതിനുശേഷം അപ്രഭാഗത്തുള്ള KMCC തുടങ്ങുന്നത് ദുബായിലാണ്. അപ്പൊ ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ താങ്കൾ ഉണ്ടോ? കമ്മിറ്റിയിൽ അങ്ങാണ്. അതിന് തുടക്കത്തിൽ തന്നെ KMCCയുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? അത് റിലീഫ് പ്രവർത്തനം. അവിടെയുള്ളവർ ഈ കുറച്ച് ലാഞ്ചിൽ നിന്ന് പ്രയാസപ്പെട്ടിട്ട് മറിഞ്ഞവരെല്ലാം കുറെ പേർ അവർക്ക് പാസ്പോർട്ടിന്റെ ഇത് ശരിയായി കൊടുക്കാം, മറ്റു പരിവാരം കാണിക്കാം, അവരുടെ മരിച്ചവരെ, അങ്ങനെ ഒരുപാട് കാര്യം. ഏത് പോസ്റ്റിലാണ് താങ്കൾ കയറുന്നത് KMCCയിലെ? ഞാൻ എൻ്റെ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് മണ്ഡലം കമ്മിറ്റി മുഖേന അങ്ങനെ പോവാണ്. മണ്ഡലത്തിന്റെ പ്രസിഡന്റായി, പിന്നെ ജില്ലന്റെ വൈസ് പ്രസിഡന്റായി, ട്രഷററായി, പിന്നെ അവസാനം പിന്നെ പ്രസിഡന്റായി. ഒരു അല്ല, ജില്ലന്റെ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലന്റെ പ്രസിഡന്റ്. പിന്നെ അതിനുശേഷമാണ് ഇപ്പം ഗ്ലോബൽ KMCCന്റെ പ്രസിഡന്റായി. എന്തൊക്കെ പ്രധാന പ്രവർത്തനങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, നൊമ്പരമായി നിൽക്കുന്ന ജീവകാരുണ്യ ഒരുപാട് ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ. പഴയ കാലത്ത് നിങ്ങൾക്ക് ഹൈടെക് സൗകര്യങ്ങളുണ്ട്, അന്ന് ഇതൊന്നും ഇല്ലാത്ത KMCC, ഇന്നത്തെ സമ്പന്നതയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങാത്ത KMCC, ആളുകളിൽ നിന്ന് ഒരു ദീർഘവും ഫിൽസൊക്കെ വാങ്ങി നടത്തുന്ന KMCC. ആ കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളായി? ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ തന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ജോലി കാര്യങ്ങളില്ലാതെ റൂമിൽ
പിന്നെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെ തേടി പിടിച്ച് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക, അവർക്ക് മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. രോഗങ്ങളുള്ളവരെ ഇനി നാട്ടിലേക്ക് കിടക്കണമെങ്കിൽ അതിൻ്റെ ടിക്കറ്റിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ സ്വരൂപിച്ച് അദ്ദേഹത്തെ നല്ല നിലയിൽ നാട്ടിലേക്ക് എത്തിക്കുക. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പിന്നെ ജീവകാരുണ്യ പിന്നെ അവരുടെ സഹായിക്കാം. അത് ആദ്യം വല്ലാത്ത പ്രതിസന്ധിയാണ്. ഈ കടലാസ് പ്രശ്നങ്ങൾ, ഇത് സംബന്ധമായിട്ടുള്ള നിയമം അന്ന് 2-3 ദിവസം എടുക്കുന്ന കാലഘട്ടം തീർക്കാണ്. അന്ന് അന്ന് ഈ ഏകജാല പ്രവർത്തനമല്ല, എല്ലാം പ്ലെയിനിൽ. അന്ന് ആദ്യകാലങ്ങളിൽ മരിച്ചാൽ അവിടെ തന്നെയാണ് മറവാണ്ട്. അത് ഇപ്പാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ 76, 80, 90 കാലഘട്ടത്തിലുള്ള ആൾക്കാർ മരിച്ച് നമ്മളെല്ലാം നാട്ടിൽ നിന്ന് കുറേ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ ഇടപെട്ടു. ഒന്നുകിൽ നമ്മൾ മഹല്ല് ജമാഅത്ത് ഇടപെടും, അല്ലെങ്കിൽ KMCCക്ക് ഇനി തന്നെ ആയിട്ടൊരു വിങ് ഉണ്ട്. ഇത് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിങ്ങിനെ KMCC ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് ഇതിൻ്റെ വരുന്നു. അവരെ വിവരം അറിയിച്ച അവരെ ആക്റ്റീവ് ആവും. എല്ലാവരും ഇനിയില്ല, അത് മനുഷ്യർക്ക് വേണ്ടി അർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത്, താങ്കളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മളോട് നിങ്ങൾ ഈ 48 കോടി രൂപ 4 ദിവസം കൊണ്ട് പിരിച്ചു. അത് എന്തായിരുന്നു? ആരായിരുന്നു ഈ കുട്ടി? അതൊക്കെ പത്രങ്ങളിൽ വന്നിരുന്നു, പക്ഷെ എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. 40 കോടി SMA എന്ന് പറഞ്ഞ ഒരു അസുഖമുള്ള കുട്ടിയാണ്. ഈ SMAക്ക് പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു മെഡിസിനാണ്. അതിന് ഇവിടുത്തെ 16 കോടി റുപ്യാണ് പിന്നെ സംഖ്യ. അതൊരു കാരണവശാലും നമുക്ക് താങ്ങാൻ പറ്റത്താണ്. ഒരു സാധാരണ കുടുംബത്തിനല്ല, സമ്പന്ന കുടുംബത്തിന് വരെ 16 കോടി എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ശരിക്കും ഒരു റഫീഖ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു റംസാൻ മാസം. കാരണം ഞാൻ ഈ വൃക്ക മാറ്റുന്നതിനും സാധാരണ ഇടപെട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വൃക്ക മാറ്റൽ. നിരവധി വൃക്ക മാറ്റുന്നതിന് വേണ്ടി പിന്നെ അത് സംബന്ധമായിട്ടുള്ള ഇതിന് വേണ്ടി പങ്കുചേരാറുണ്ട്. ഒരു കമ്മിറ്റി ഉണ്ടാക്കി എല്ലാവരും കഴിയുന്നതാണ്. അങ്ങനെ അറിഞ്ഞിട്ട് ആരോ പറഞ്ഞിട്ട് ഇന്നാളെടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു റംസാൻ മാസത്തിലാണ് ലാസ്റ്റ് വരുന്നത്. അന്നൊരു വൃക്കരോഗം ഇങ്ങനെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മകന് ഇങ്ങനെ ഒരു ഇതുണ്ട്, പിന്നെ അതിന് ക്രൗഡ് ഫണ്ടിങ് ചെയ്താൽ കിട്ടും. മുമ്പ് ബോംബെയിൽ നിന്ന് പിന്നെ സിനിമാ നടന്മാരും ക്രിക്കറ്റ് പ്ലെയറെല്ലാം ചെയ്തിട്ട് പൈസ പിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ എത്ര പൈസ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 16 കോടിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയതാണ്, 16 ലക്ഷമാണോ 16 കോടിയാണോ? എല്ലാ 16 കോടി തന്നെയാണ്. ഞാൻ പറഞ്ഞു 16 കോടി എങ്ങനെ നമുക്കിത് സംഭരിക്കാം? അത് കഴിയുന്ന കാര്യമില്ലല്ലോ മോനെ. അല്ല, അത് ആജിക്കാതെ ഇങ്ങനെയെല്ലാം ചെയ്താൽ വലിയ യൂസുഫലിനെ പോലുള്ള വലിയ ആളെടുത്തേക്കല്ല ഈ മെസ്സേജ് എത്തിക്കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റുന്നിട്ട് ഒരേ കരച്ചിലാണ്. അങ്ങനെയാണ് അതിന് വേണ്ടി ഞാൻ മുതിരുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഞാൻ ഒറ്റക്ക് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് ചെയ്തു. പക്ഷേ അത് വേണ്ടത്ര അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള VIP എടുത്ത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് എല്ലാവർക്കും ഇമെയിലും കാര്യങ്ങളെല്ലാം അയച്ച് 27 ലക്ഷം ഉറുപ്പ്യായിട്ടാണ് അതിൽ കിട്ടിയത്. പിന്നെ പൈസ വരുന്നില്ല. പിന്നെയും ഇയാൾ വന്ന് കരയാൻ തുടങ്ങി. ആജിക്കാതെ ഒറ്റക്കാണ്, നമുക്കൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ സഹായിക്കാം, ഞാനിത് അറ്റം വരെ പോകും, ഞാൻ ഓനെ സമാധാനിപ്പിക്കാം, ആര് വന്നാലും സമാധാനിപ്പിക്കാം. അദ്ദേഹത്തോട് ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞു, അതായത് ഏത് ചിപ്പിലാണ് പിന്നെ പഴമുണ്ടാകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആടെ എത്തലാണ് നമ്മളെ അതുവരെ നടത്താം. അങ്ങനെയാണ് പിന്നെ ഇദ്ദേഹം ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാൻ. ചെയർമാൻ ഫാരിഷ ടീച്ചർ, അന്ന് മാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, കൺവീനർ. എത്ര ദിവസം കൊണ്ട് 48 കോടി വന്നു? 4 ദിവസം കൊണ്ട്. 4 ദിവസം കൊണ്ട് എവിടെയൊക്കെ പൈസ വന്നു? ലോകത്തിന്റെ വിവിധ ഏറ്റവും കൂടുതൽ തുക ഇട്ടത് ആരാണ് ശരിക്കും? അല്ല, അത് പിന്നെ 10 റുപ്യ മുതൽ ലക്ഷം വരെ ഉള്ളവരുണ്ടായിരുന്നു. 1 ലക്ഷം മുതൽ 16 കോടി. അത് എന്തെന്ന് പറഞ്ഞാൽ 16 കോടിയേ വേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആ സമയാനിക്കിലാണ് ഇത്രയും പൈസ വന്നത്. അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം. ഈ പൈസ 2 കുട്ടികൾക്ക്, ഒരു ലക്ഷദ്വീപിലെ ഇഷൽ മറിയ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കും, ചപ്പാരപ്പടയിലെ പിന്നെ കാസിം എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കും നമ്മൾ അതിൽ നിന്ന് ഈ പൈസ 9 കോടി ഇതേ രോഗിയാണ്, ഇതേ അസുഖമുള്ള SMA ബാധിച്ച 3 ഒരാൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതിന് ബാക്കി 16 കോടി റുപ്യ ഉണ്ടായിരുന്നു. ആ 16 കോടി റുപ്യ പിന്നെ
ഗവൺമെൻറ് കോടതി കേസ് നടക്കുന്നുണ്ടായിരുന്നു മലപ്പുറത്തെ വേറൊരു കേസിന്. അതിന് നമ്മളെയും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ വിധി പ്രകാരം 16 കോടി റുപ്യ ഗവൺമെൻറ്റിലേക്ക് അത് നിങ്ങൾ ബാക്കിയുള്ള പൈസ അടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നിർബന്ധമായി നമ്മൾ അടക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 16 കോടി ഉണ്ടാക്കിയ ഈ കുട്ടി മുഹമ്മദ് എന്ന കുട്ടിക്ക് ഇപ്പോഴും ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ വേറൊരു മെഡിസിൻ കൊടുക്കാനുണ്ട്. അതിന് ഒരു കൊല്ലത്തേക്ക് 85 ലക്ഷം റുപ്യ വരും. ഈ ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഇന്ന് ആ കുട്ടി അത് ഒരു 2 കോടി ബാക്കി എല്ലാം ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടച്ചു. അത് അടച്ചതുകൊണ്ട് ഇപ്പോൾ ആ കുടുംബം പ്രയാസത്തിലേക്ക് പോയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 48 കോടി റുപ്യ നമ്മൾ സംഭരിച്ചിട്ട് ആ കുട്ടിക്ക് അത് പരിപൂർണമായി ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ന് വരെ നിങ്ങൾ വരുന്നതിന് മുമ്പ് രാവിലെ ആ കുട്ടീൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പരാതിയും പ്രയാസങ്ങളും വിഷമങ്ങളും അതിലോ കേസും ഉണ്ട്, അതിൻ്റെ മുകളിൽ എന്തോ ടാക്സും വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കൊണ്ട് ആ കുട്ടീൻ്റെ പിതാവ് വളരെ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലും പ്രയാസത്തിലാണ്. ഞാൻ അത് കേട്ടിട്ട് ഇന്നിങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാളെ ഇനി അമ്മ സഹായിക്കാൻ കഴിയും. ഒരു വലിയ അത് ലോകം അറിയില്ല, അതറിയണം, നമുക്ക് അറിയിക്കാം. അത് ലോകം അറിയില്ല, പ്രയാസത്തിലുള്ളത്. അപ്പം അത് ഇന്ത്യൻ ടാക്സ് എന്തോ ടാക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ ബൂസ്റ്റിംഗ് മസിന് ഈ 2 കോടി നീക്കി വെച്ച ഏകദേശം പൈസ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തീരാറായി. 85 ലക്ഷം റുപ്യ ഒരു കൊല്ലം വേണം. എന്നാലേ ഈ കുട്ടിക്ക് കുറച്ച് നന്നായി വരുന്നുണ്ട് കുട്ടി. പക്ഷേ ഈ ബൂസ്റ്റിംഗ് നൽകിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുട്ടീൻ്റെ ഒരു സഹോദരി അഫ്ര എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവളുടെ ഒരു വാക്കാണ് ഈ 48 കോടി ക്ലിക്കായത്. അതായത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ അനുജനും ഈ വിധി വരരുത്, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്നാണ് ദയനീയമായ ആ കുട്ടിയുടെ ഒരു വാക്കുണ്ടല്ലോ, അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ട് ക്ലിക്കായത്. ആ കുട്ടി പെട്ടെന്ന് പിന്നെ കുറേ ചികിത്സിച്ച് മരിച്ചുപോയി. അത് ESMൻ്റെ ഒരു ഭാഗമാണ്. അത് കുറേ പ്രയാസപ്പെട്ടു, നിശ്ചിത സമയമാകുന്നു ഉണ്ടാവും. ഈ കുട്ടി ഇപ്പം ലൈവായിട്ടുണ്ട്. ചപ്പാരപ്പടിയിലെ കാസിം നല്ല ആരോഗ്യമാണ്. ലക്ഷദ്വീപിലെ ഇശൽ മറിയം നല്ല ആരോഗ്യവതിയാണ്. അങ്ങനെ അവർ ജീവിച്ചിട്ട് പുറത്ത് പോകുന്നുണ്ട്. താങ്കൾ എപ്പോഴാണ് ജീവിത പങ്കാളി എവിടുന്ന് കണ്ടെത്തി? ജീവിതം കണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മളെ അമ്മാവൻ്റെ മകളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. മൊയ്തുവിൻ്റെ കല്യാണം കഴിച്ചു. മൊയ്തുവിന്റെ പേര് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ നിക്ഷാൻ ബ്രാൻഡാണ്. കാരണം പുഞ്ചിരിക്കുന്ന മൊയ്തു ആ കടയുടെ ബ്രാൻഡാണ്. മൊയ്തുവിനെ കാണാൻ ഈ കസ്റ്റമർ രാവിലെ ചെന്നാലും രാത്രി ചെന്നാലും ഒരേ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഏക ബ്രാൻഡ്. അത് അസാധ്യ കഠിനാധ്വാനത്തിന്റെ മൊയ്തു എന്തായാലും നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ വരും. അതും അതെല്ലാം ഹീറോ അദ്ദേഹത്തിന്റെ ഫാദറാണ്. ഉപ്പയാണ്. ഭാര്യയുടെ പേര് ഖൈറുൻ നിസാം മവി. മക്കൾ എത്ര പേരാണ്? മക്കൾ മൂത്ത മകൻ മുഹമ്മദ് അഷ്വാഖ് ഡോക്ടറാണ്. ഇപ്പം ഭാര്യ ഖൈറുൻ നിസ. പിന്നെ രണ്ടാമത്തെ മകള് അഷ്രിഫ, കല്യാണം കഴിഞ്ഞു. 2 കുട്ടികളുണ്ട്. ഭർത്താവിന്റെ പേര് നസീൽ. മൂന്നാമത്തെ ആള് അഷദ്, ദുബൈയിലാണ്. അവന് ഓട്ടോമൊബൈലിന് മാരേജ് അല്ല, കല്യാണം കഴിച്ചു. പിന്നെ ലാസ്റ്റത്തെ ഒരു മകളുണ്ട് അഷ്ഫി. അവര് ദുബായിൽ പിന്നെ ഒളങ്കോ യൂണിവേഴ്സിറ്റി, അത് ആസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഏകദേശം കയ്യാറായി, ഇപ്പിടെ ലീവിന് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് പറയാൻ പറ്റിയിട്ടില്ല. പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി അറിയാനുണ്ട്. ഇനി മറ്റൊരു അവസരത്തിൽ KMCC പ്രവർത്തനം മാത്രം അത് സെപ്പറേറ്റ് പറയുന്നത് എന്താണ് KMCC എന്നുള്ളത്. ഇദ്ദേഹം ദുബായി പോയി അതിന് തിരിച്ചു വരുമ്പോൾ KMCCക്ക് മാത്രമായി നമുക്കൊരു എപ്പിസോഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ പഴയങ്ങാടിയിൽ നിന്ന് ലുങ്കി ഉടുത്ത് ട്രെയിനിൽ കയറി ബോംബെയിൽ കറങ്ങി അവിടുന്ന് കപ്പലിൽ ഈ ദാളും പച്ചരിച്ചോറും തിന്ന് പ്രവാസ ലോകത്തെത്തി, അവിടുന്ന് വളർന്ന് ഇവിടെ എത്തി അവസാനം 4 ദിവസം കൊണ്ട് 48 കോടി രൂപ വിരിക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനത്തെത്തി 3 പൊന്നോമനകളെ ഭൂമിയിൽ പാറിപ്പറക്കാൻ അവസരം നൽകിയ ആ സംഘടനയ്ക്ക്, ആ സംവിധാനത്തിനും നേതൃത്വം കൊടുത്ത അബ്ബാസ് ഹാജി നമുക്കൊരു പാഠമാണ്. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഏത് ചിപ്പിലാണ് പവിഴം ഉണ്ടാവുക എന്നറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തേടിപ്പോവുക, നിങ്ങൾക്കായി ഒരു പവിഴം എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടാകും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്ബാസ് ഹാജി. ഒരു പവിഴം തന്നെയാണ്, നമുക്കൊരു മുതൽക്കൂട്ടാണ്. പ്രേക്ഷകർക്ക് മുന്നിൽ അബ്ബാസ് ഹാജിയുടെ ജീവിതം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അറിയുക ഈ മനുഷ്യനെ. പ്രേക്ഷകർക്കും ഒപ്പം അബ്ബാസ് ഹാജിക്കും നന്ദി, നമസ്കാരം.